ആവശ്യം എനിക്കില്ല ചൊക്കെ. ഞാൻ സമ്മതിച്ചിട്ട് വേണ്ട നിന്നെ പോവാൻ. അതിന് നിന്റെ സമ്മതം ആർക്ക് വേണം? ഇടി നിന്നെ ഞാൻ. എന്റെ വഴി നിന്ന് മാറി നിൽക്കുന്നതാണ് നിനക്ക് നല്ലത്. എന്റെ അമ്മ നിങ്ങളത് തുറക്കുറങ്ങുന്ന എണീക്ക്. അമ്മ ഇത് വീടല്ല, എണീക്ക്. അമ്മ എണീക്ക്, അവളത് പോകുന്നു. അമ്മ ഒന്ന് എണീക്ക്. എന്തെങ്കിലും ചെയ്തേ പറ്റും. ഒരു വഴിയുണ്ട്. നീ നോക്കിക്കോടി, ഇനി എന്റെ അമ്മേന്റെ അടുത്ത് നിന്റെ ഒരു കളി നടക്കില്ല. നീ ഞാനുള്ള സത്യം അമ്മ തിരിച്ചറിയും. നീ നോക്കിക്കോ. എന്റെ പ്രാർത്ഥന കേട്ടു. എന്റെ മോൾക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ എന്താ പറയാൻ അമ്മേ? നീ നോക്കിക്കോടി, നിന്റെ എല്ലാ കള്ളക്കളി എന്റെ അമ്മ കണ്ടുപിടിക്കും. നീ നോക്കിക്കോ. നീ നോക്കിക്കോടി, നിന്റെ എല്ലാ കളിയും ഇപ്പൊ പൊളിയാൻ പോവാ. നമ്മൾക്ക് കാണാം. ഏത് ഇരുട്ടത്ത് കണ്ടാൽ എന്റെ അമ്മ എന്നെ തിരിച്ചറിയും. നീ വായെന്ന് തുറന്ന അമ്മയ്ക്ക് മനസ്സിലാവും നീ ആരാന്ന്. എന്റെ ഡോക്ടർ ഇത് നോക്കി, എന്റെ മക്കളെ കുഴപ്പമില്ല. ഇതെങ്ങനെ സംഭവിച്ചു? കുട്ടിയൊന്ന് കിടന്നേ, ഞാനൊന്ന് നോക്കട്ടെ. എന്നാലും ഇതെങ്ങനെയാ? കുഴപ്പമൊന്നും കാണുന്നില്ല. പക്ഷെ എന്നാലും ഇതെങ്ങനെ സംഭവിച്ചേ? എന്റെ ഡോക്ടറെ, ഞാൻ അപ്പളേ പറഞ്ഞത് എന്റെ മോക്ക് കുഴപ്പമൊന്നുമില്ലാന്ന്. എന്നാലും അങ്ങനെ വരാൻ സാധ്യത ഇല്ലല്ലോ. ശരി, നിങ്ങൾ പോയിക്കോ. ഇവിടെ എന്തൊക്കെയായി നടക്കുന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ സിസ്റ്റർ. നീ നോക്കിക്കൊടി, നീ വിചാരിക്കുന്ന ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല. അതിന് ഞാനല്ലല്ലോ ഒന്നും ചെയ്യാൻ പോകുന്നത്, ചുക്കിയല്ലേ. നീ നോക്കിക്കോടി, നിനക്ക് ഞാൻ കാണിച്ചു തരാം. എന്നെ ഈ അവസ്ഥയിലെത്തിച്ച നിന്നെ ഞാൻ വെറുതെ വിടില്ല. അച്ഛന്റെ മോളെ, ഞാൻ എങ്ങനെയാടി എത്താതിരിക്കുക? എന്റെ പൊന്നു മോളല്ലേ എണീച്ച് നിൽക്കുന്നത്. ആ ഡോക്ടർ എന്തൊക്കെയാ പറഞ്ഞു എന്റെ മോളെ കണ്ടിട്ട്? മോളെ, അച്ഛൻ്റെ അടുത്തേക്ക് ഇങ്ങ് വാടി. അച്ഛന്റെ സുന്ദരി കുട്ടി. അച്ഛന് സന്തോഷായിടി മോളെ. വാ, നമുക്ക് വേഗം പോവാം. അവിടെ അഞ്ചും അമ്മൂമ്മയൊക്കെ കാത്തിരിക്കുക മോളെ. ചന്ദ്രബാക്കി എന്ന് നമുക്കങ്ങ് പോയാലോ? നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്, നീ നോക്കിക്കോ. ഡോക്ടർ, എനിക്ക് അറിഞ്ഞിട്ട് ഒരു 10 ലക്ഷമെങ്കിലും ഞാൻ കണക്ക് കൂട്ടിയതാ. എല്ലാം പോയില്ലേ? ആ കൊച്ചെങ്ങനെ എണീച്ച് പോയതെന്ന് എനിക്ക് മനസ്സിലാവാത്ത. നമ്മൾ ആരെങ്കിലും വിചാരിച്ചെങ്ങനെയൊക്കെ ആവുന്നു. എന്നാലും പോയല്ലോ. മുത്തശ്ശിയുടെ മോള് വന്നോ? ഇങ്ങോട്ട് വന്നേ. മുത്തശ്ശി ഒന്ന് ഒഴിഞ്ഞിടട്ടെ. എന്താ? എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല. മോളെ, അങ്ങനെ പറയില്ല. ദൈവദോഷം കിട്ടും. മോളിങ്ങോട്ട് നീങ്ങി നിൽക്ക്. എല്ലാ ദൃഷ്ടിദോഷങ്ങളും എന്റെ മോളെ വിട്ട് പോട്ടെ. ചന്ദ്രമുഖി, നീ അങ്ങോട്ട് മാറി നിൽക്ക്. കുഞ്ഞിനെ ഇങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുവാ. മോളെ, മുത്തശ്ശി പറയുന്നത് കേൾക്ക്. ഇങ്ങോട്ട് വാ. നിങ്ങളൊന്ന് പറയുന്നത് കേൾക്കുന്നില്ല. എനിക്കതിന്റെ ആവശ്യമില്ലാന്നേ. എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇപ്പോൾ ഞാൻ എന്താ ചെയ്യാ? സിംബ,
ശരി മുത്തശ്ശിയുടെ മോൾ. ക്വാക്ക്, ക്വാക്ക്. ക്വാക്ക്, ക്വാക്ക്. എന്താ സംഭവിച്ച എന്റെ ദൈവമേ, ഞാൻ എന്താ ഈ കാണുന്നേ? ഈ കാക്ക ഇത് എവിടുന്നാ വന്നേ? ചന്ദ്രമുഖി പറയുന്നേക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് പൂജ നടത്തണം. അതമ്മേ. ആ കാക്ക എങ്ങനെയാ തീ എടുത്ത് പോയത്? അതിന് പൊള്ളില്ലേ? പക്ഷെ നീ നോക്ക്, അതിനൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. അതമ്മേ, അമ്മ പറഞ്ഞത് നേരം. എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ചന്ദ്രമുഖി, എനിക്കറിയുന്ന ഒരു സ്വാമിയുണ്ട്. ആ സ്വാമിയോട് നാളെ തന്നെ ഞാൻ വരാൻ പറയാം. ശരി അമ്മേ.